Hello guys, welcome back to our YouTube channel. Why with us? Guys, ഇന്നാണ് നമ്മുടെ കലോത്സവം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവം. നമ്മുടെ കോളേജിൽ 2 സ്റ്റേജ് ഉണ്ട്, അപ്പുറത്തെ കോളേജിൽ സ്റ്റേജ് ഉണ്ട്, 2-3 കോളേജിലെ കൊല്ലത്തെ സ്റ്റേജ് ഉള്ളല്ലേ. സ്കൂളുകളിലൊന്നും ഇല്ല. പിന്നെ എന്തുവാ, എല്ലാ കോളേജിലെ പിള്ളേരും നമ്മളെ കോളേജിൽ നിന്ന് വരും. നമ്മളാണ് ഇന്നത്തെ മെയിൻ. നമ്മളിന്ന് ഓടി നടക്കുവാണ് ഓരോന്ന് ചെയ്യാനായിട്ട്. അതിനിടയിൽ ബ്ലോഗും കൂടെ എടുക്കണം. അപ്പം ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കാണിക്കും. ഓക്കെ. ഇണങ്ങി വാലാട്ടി. അമ്മച്ചി വന്നാ എല്ലാരും പോടും. കുഞ്ഞിനെ കളിപ്പിക്കാൻ നമ്മളിവിടെ നിക്കുമ്പോ ഇവിടെ കാണും. നമുക്ക് രാത്രി എടുത്തോട്ടെ കളിപ്പിക്കാൻ. ഇടിപ്പി വെച്ച് തൂക്കാതായി. മുത്ത് ഗൈസ്, ഇവിടെ പ്രേതമുണ്ട് ഗൈസ്. പ്രേതം ഇവിടെ ക്രീപ്പി സൗണ്ട് ഇട്ട് കൊടുക്കണം. ഗൈസ്, നമ്മൾ ഇവിടെ എല്ലാം നിരീക്ഷിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ ആണ്ടിരിക്കുന്നു പ്രേതം. ഗൈസ്, നമ്മൾ പ്രേതത്തെ തിരക്കി മേലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മളെ കോളേജിലെ പിള്ളേർ മാത്രമല്ല കോളേജിൽ സ്റ്റേ ഉള്ളത്, വേറെ ആർക്കും ഇല്ലല്ലോ. അടുത്ത ഫ്ലോറിലോട്ട് വന്നു. അടച്ചാ ഇതാണ് ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ്. എല്ലാം അടയ്ക്കാൻ പറഞ്ഞോള്. അടച്ചു വെച്ചേക്കുന്ന നല്ലത്, അപ്പോഴത്തേക്ക് ഒരെണ്ണം കേറത്തില്ല അകത്തോട്ട്. ഇപ്പൊ അറിയാം അന്ന് നമ്മള് ക്ലാസ്സിന് പോയിട്ട് തുറന്നിട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. ആരടയ്ക്കാൻ? ഇടിക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതങ്ങാണ്ട് ഇടിഞ്ഞു വീട് നമ്മൾ പറ്റുമോ? ഈ പെണ്ണിന്റെ നാക്ക്. ഗൈസ്, ഇത് നമ്മളെ ഒരു ബാൽക്കണിയാണ് നമ്മളെ കോളേജില്. ഇവിടെ നോക്കുമ്പം എല്ലാ ചെറുക്കന്മാരെയും കാണാൻ പറ്റും, വായി നോക്കാൻ പറ്റും, സൂപ്പറായിട്ട് വായി നോക്കാൻ പറ്റും. അതല്ലേ സെറ്റ് ക്യാപ് കട്ട്. നമ്മളെ നോക്കി നമുക്ക് ഒറ്റ സ്ട്രെച്ചർ എടുത്ത് കാണിക്കാം. പക്ഷെ അതാണല്ല, ബാക്കിയുള്ള ബ്ലോക്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ 2 മണിക്കൂറും ബ്ലോഗായിരിക്കും. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിടണം. ടെറസ് ഉണ്ട് അവിടെ, ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലായിരിക്കും. സാന്ദ്ര കൂട്ടി വെച്ചേക്കുമായിരിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത് നമ്മളെ മിസ്സുമാരുടെ സ്റ്റാഫ് റൂം. ഇത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ്, ഇത് സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ്, അമൂല്യ കാണുന്ന തേർഡ് ഇയേഴ്സിൻ്റെ ക്ലാസ്. അടച്ചിട്ടുണ്ട് സാന്ദ്രയെല്ലാം.
ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ മെയിൻ സ്റ്റേജ് അല്ലേ? മെയിൻ സ്റ്റേജ്. പിള്ളേരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ആർച്ചവീസ് പറ. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ ജസ്റ്റ് വായി നോക്കാൻ വേണ്ടി ഇവിടേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അവര് കേക്കും കേട്ട നാണക്കേട്. ചെറുക്കന്മാരവിടെ നിൽക്കുന്നു വായി നോക്കാൻ. പട്ടിക്കുട്ടിയെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ? എന്റെ ചെവിയിൽ പൂവൊക്കെ കുത്തിക്കെട്ടി വെച്ച്. ഗൈസ്, നമ്മൾ ഒരു പടം വരച്ചത് കൊണ്ട് വെക്കാനായിട്ട് വന്നതാണ്. അത് തന്നെ ഇവിടോട്ട് വെക്കണം. എന്നെ ഒന്നും വീഡിയോയിൽ വന്നിട്ടില്ല. മറ്റേ എവിടെയോ വെച്ച് ഹോളിക്കകത്തുണ്ട്, ഹോളിയുടെ വീഡിയോക്കകത്തുണ്ട്. അങ്ങനെ പറയില്ല. നമ്മളെ കോളേജിൽ നിന്നും പരിപാടി കൂടുതൽ അപ്പുറത്തെ കോളേജിലാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? അതെ, അവിടെയാണ് മെയിൻ സ്റ്റേജ്. ഉദ്ഘാടനമൊക്കെ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ സ്റ്റേജിൻ്റെ കർട്ടൻ പൊക്കുന്നു. ശിവളങ്ങ് ഉറക്കിയിടെ അതിനാ. അയ്യോ ഓണെന്നാ ഗൈസ്, അവള് അമ്മാനെ മാടി ഉറക്കിയെന്ന്. മുത്തൂനെ ഉറക്കി, നമ്മുടെ മുത്തൂനെ. നമ്മളും എടുത്തത് മുത്ത ഉറങ്ങി. ഗൈസ്, നമ്മൾ SM കോളേജിലോട്ട് കയറി. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേജ്. പരിപാടി ഒന്നും തുടങ്ങിയില്ല ഗൈസ്. അതെ ഗൈസ്, ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വയ്യ. വ്ലോഗിന് എടുക്കാൻ ടൈം പോലും. ഞാൻ ഇത്രയും ഇതെല്ലാം പറഞ്ഞിട്ട് സാന്ദ്രയാണ് ഗൈസ് എല്ലാം പറഞ്ഞിട്ടത്. അവള് പറയുന്നത് വോളണ്ടിയേഴ്സും ഉണ്ടായിരുന്നു, ഞാൻ മാത്രല്ല. വയ്യ ഗൈസ്, ഇവിടെ ആരുമില്ല. ആൾക്കാർ മൊത്തം അപ്പുറത്തെ കോളേജിലാണ്. കലോത്സവമായിട്ടുള്ള പരിപാടികൾ പറ. പട്ടിപ്പണിയാണ്. ഓടി ഉപ്പാടെ ചപ്പാട് എടുത്ത് നടുവൊടിന് കാല് വേദനിക്കുന്ന പയ്യൻ. നിന്റത് ബിസികൾ. പറ കലോത്സവ പരിപാടി. ഛർദിക്കാൻ ഇച്ചിരി കൂടെ നേരിട്ട് പറയടി. എന്തുവാ അപ്പുറത്ത് ഓഡിറ്റോറിയത്തിൽ പോയി നോക്കിയിരുന്നു. ഇവിടെ ആരുമില്ല, എല്ലാരും അപ്പുറത്താണ്. റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരിക്കൽ കൂടി വേദി 2 മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്ത ടീമുകൾ സ്റ്റേജ് മാനേജേഴ്സിലെത്തിയെന്ന് അവരുടെ നോട്ട് കൈപ്പറ്റേണ്ടതാണ്. ഗൈസ്, ഉച്ച കഴിയുമ്പം സാന്ദ്രയ്ക്ക് വേറെ സ്ഥലത്താണ് ഡ്യൂട്ടി. മുളങ്കാടകത്താണ്. ഞാനിവിടെ ആയിരിക്കും. ഉച്ച കഴിഞ്ഞിട്ട് സാന്ദ്രനെ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ പരിപാടി കാണിച്ചിരുന്നതായിരിക്കും. വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിടുന്നതായിരിക്കും അല്ലേ? അതെ. ഹലോ ഗായ്സ്. പറ. ഹലോ ഗായ്സ്, നമ്മൾ ചുമ്മാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പിള്ളേരൊക്കെ വരുന്നേ ഉള്ളൂ ഗായ്സ്. പരിപാടിയൊന്നും ഇതുവരെ തുടങ്ങിയില്ല. യെസ് 1 മണിക്ക് തുടങ്ങുന്നെന്നും 12 മണിക്ക് തുടങ്ങുന്നെന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതുവരെ ഒന്നും കഴിക്കാൻ പോലും തന്നില്ല. നല്ല വിശപ്പുണ്ട്. നമ്മളങ്ങ് സഹിക്കുകയാണ് ഗായ്സ്. അങ്ങനെ കഴിക്കാനും തരത്തില്ല. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെലവാക്കി അങ്ങോട്ട് വേടിക്കാം. ഐസ്ക്രീം സെയിം സ്റ്റെപ്പ്. എല്ലാരും തലമുടി അങ്ങനെ എടുത്തേക്കുന്ന കേട്ടാ.
നമ്മൾ തിരുവാതിരയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മളിപ്പോ മെൻസിലാണ് ഗായ്സ്. ഇനി നമ്മൾ നമ്മുടെ വുമൻസിലോട്ട് പോവാണ്. നമ്മൾ എങ്ങനെ ചാടുന്നതെന്ന് കാണിച്ചു തരാം. അതെ അതെ ഗായ്സ്, നമ്മൾ ഇതുവരെയാണ് ഗൈസ്, നമ്മൾ ഇതുവഴിയാണ് നമ്മളെ കോളേജിലോട്ട് ചാടുന്നത്. അതെ ഗായ്സ്, അത് നമ്മളെ കോളേജും ഇത് ഇപ്പുറത്തെ കോളേജും. ഇറങ്ങില്ലെങ്കിൽ നമ്മൾ കിടക്കും. അതെ അതെ, അവള് കാണണം, നമ്മളാരെങ്കിലും കാണണം. നാടൻപാട്ട് തുടങ്ങായോ? ഇവിടെ അല്ല നാടൻപാട്ട്, അപ്പുറത്തെ സ്റ്റേജിലും നാടൻപാട്ട്. നമ്മളങ്ങനെ നമ്മുടെ കോളേജിൽ വന്നു ഗൈസ്. ചാരന്മാരാകുമ്പോ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരും. ഇവള് ചാരനാണോ എനിക്ക് സംശയം കിട്ടും. ഞാൻ കുറെ നേരം കണ്ടിട്ട് നോക്കും, ചാരനായിരിക്കും കേട്ടോ. ഇപ്പൊ എന്തായാലും നമ്മള് വോളണ്ടിയർ എന്നുള്ള പേരേ ഉള്ളു, ചുമ്മാ കറങ്ങി അടിച്ച് നടക്കുക. ജോലിയൊന്നുമില്ല, ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നമുക്കൊന്നും അറിയത്തില്ല ഗായ്സ്. നമ്മളിപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. നമ്മളെ കോളേജിനകത്ത് കപ്പിൾസ് വെള്ളം വെള്ളം. ഒരു ദിവസം നിന്നപ്പം തന്നെ ഭ്രാന്തായി. നമുക്ക് ഇതുവരെ ഫുഡ് കിട്ടിയില്ല, ഫുഡ് പോലും തന്നിട്ടില്ല ഇതുവരെ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. 2:45 ഇപ്പൊ സമയം. നിനക്കൊന്നുമില്ല പറയാൻ. വിശന്നിട്ട് ചത്തിരിക്കാനായിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ഉണ്ട്. കൊച്ചിനും ഭയങ്കരമായിട്ട് വിശക്കുന്നു ഗൈസ്. നമുക്ക് ഫുഡ് ഇതുവരെ കിട്ടിയില്ല. 4 മണിയായി. പെറോട്ട ബീഫൊക്കെ തരാന്നൊക്കെ പറഞ്ഞു നമ്മളെ MA മലയാളത്തിലോട്ട് വരാനൊക്കെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഫുഡ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ സമയം 3:53 ഇതുവരെ ഭയങ്കരമായിട്ട് വിശക്കുന്നു ഞാൻ പെട്ടുപോയി. അതെ അതെ ഗൈസ്. അപ്പോൾ ഇത് ഇത്രയും ആദ്യത്തെ ദിവസത്തെ പരിപാടിയാണ്. ഇനി 3 ദിവസത്തെ പരിപാടിയും കൂടെ ഉണ്ട്. ബാക്കി എല്ലാ ദിവസത്തെയും വ്ലോഗ് നമ്മൾ എടുക്കുന്നതായിരിക്കും, ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.